വി ദ പീപ്പിളിലേക്ക് സ്വാഗതം. ദയനീയമായ തിരിച്ചടിയെന്ന് സ്വയം സമ്മതിച്ചുകൊണ്ടാണ് ഇന്ന് വാർത്താ സമ്മേളനത്തിൽ മാത്യു കുഴൽനാടൻ എത്തിയത്. മാധ്യമപ്രവർത്തകരുടെ നിരവധിയായ ചോദ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടായിരുന്നു. ആ തോൽവി, ആ തിരിച്ചടി, അത് രാഷ്ട്രീയവും നിയമപരവുമായ തിരിച്ചടി, അത് കോൺഗ്രസ് പാർട്ടിക്ക് ഏൽപ്പിച്ച വലിയ പ്രഹരം. അതേസമയം ഒരു സർക്കാർ എന്താണോ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞുകൊണ്ടിരുന്നത്, ഈ ആരോപണങ്ങൾ ഉന്നയിച്ച ഘട്ടത്തിൽ പറഞ്ഞതൊക്കെയും ശരിയാകും വിധത്തിലേക്ക് ആ വിധി വരുമ്പോൾ അതിൻ്റെ വലിയ ആഘാതം, അതിൻ്റെ നിരാശ മാത്യു കുഴൽനാടനിൽ വലിയ തോതിൽ ഇന്ന് പ്രകടമായിരുന്നു. അപ്പോൾ ഈ വിഷയം അല്ലെങ്കിൽ ഈ പ്രശ്നം തുടർച്ചയായി രണ്ടാം ദിവസവും ചർച്ച ചെയ്യേണ്ടതായ സാഹചര്യം സൃഷ്ടിക്കുകയാണ്. എനിക്കൊപ്പം സിജു ഉണ്ട്, അതുപോലെ തന്നെ നൃപ്പനുണ്ട്, മനു ഉണ്ട്. ഇന്ന് നൃപ്പനാണ് ഈ വാർത്താ സമ്മേളനത്തിൽ മാത്യു കുഴൽനാടൻ്റെ വാർത്താ സമ്മേളനം കവർ ചെയ്യാനായി പോയത്. ഇന്ന് പക്ഷേ എന്തെല്ലാമോ വ്യത്യസ്തങ്ങളായി പറഞ്ഞു നിൽക്കാനുള്ള ഒരു പരിശ്രമം, എന്നാൽ തോൽവി, അതിൻ്റെ ഒരു വലിയ നിരാശ വളരെ പ്രകടമായിരുന്നു. അഴിമതി ആരോപിച്ച് കേസ് കൊടുക്കുക, ആ ഹർജി കൊടുക്കുക, ആ ഹർജിയിൽ മുഖ്യമന്ത്രിയെയും മകളെയും പ്രതിയാക്കുക, അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം ആവശ്യപ്പെടുക. എന്നിട്ട് അദ്ദേഹം മുഖ്യമന്ത്രിയെയും മകളെയും ശിക്ഷിക്കാനൊന്നും ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ എന്ന മട്ടിലൊക്കെ എന്തെല്ലാമോ പറഞ്ഞു പോകുന്ന ഒരവസ്ഥ. ഏതാണ്ട് അങ്ങേയറ്റം നിരാശ ബാധിച്ച വിധത്തിൽ ഒരു തിരിച്ചടിയുടെ എല്ലാ അവസ്ഥകളും കുഴൽനാടനിൽ പ്രകടമായിരുന്നു. ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഈ മാത്യു കുഴൽനാടൻ്റെ വാർത്താ സമ്മേളനം കാണരുത്, കണ്ടാൽ മാത്യു കുഴൽനാടൻ ഈ വാർത്താ സമ്മേളനങ്ങളുടെ പരമ്പര നടത്തിയ വാർത്താ സമ്മേളനത്തെ മാത്യു കുഴൽനാടൻ്റെ വേറെ രൂപമായിരിക്കുന്നു. കാരണം മാധ്യമപ്രവർത്തകർ സ്ഥിരമായി അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനം കഴിഞ്ഞ തവണ പോലും അദ്ദേഹം അവസാനത്തെ 4 രേഖകൾ ഉയർത്തിക്കാട്ടി പുതിയ രേഖകൾ കൂടിയുണ്ട് എന്ന്. മാത്രമല്ല മുഖ്യമന്ത്രിയുടെ കുടുംബം, കുടുംബാംഗങ്ങൾ, മകൾ, മരുമകൻ എന്നൊക്കെ പേരെടുത്ത് പറഞ്ഞ് ആരോപണം ഉന്നയിച്ചിരുന്നാൽ ഇന്ന് ശരത്ത് സൂചിപ്പിച്ചതുപോലെ ആരോപണങ്ങളിൽ നിന്നൊക്കെ പിൻവലിഞ്ഞതിന് ശേഷം അദ്ദേഹം പറഞ്ഞത് മുഖ്യമന്ത്രിയും കുടുംബത്തെയും ശിക്ഷിക്കപ്പെടണം എന്ന് ഞാനൊരിടത്തും ആവശ്യപ്പെട്ടിട്ടില്ല. ഞാൻ ഈ കേസ് അന്വേഷിക്കണം. ഇതിൻ്റെ ഒരു വിചിത്രവാദം കൂടി മാത്യു കുഴൽനാടൻ പറയുന്നുണ്ട്. ഒരു വക്കീൽ ബുദ്ധിയിൽ പറയുന്നതാണോ അതോ ഈ കോൺഗ്രസിൻ്റെ നേതാവ് എന്ന നിലയിൽ പ്രതികരിക്കുന്നതാണോ എന്നല്ല. ഈ രണ്ടുപേരും രണ്ട് നിലപാടിലാണെങ്കിലും ഇത് ആരും അംഗീകരിക്കുന്നൊന്നുമില്ല. അതിപ്പോൾ അദ്ദേഹം പറയുന്നത് താൻ ചില രേഖകൾ കൊടുത്തു, രേഖകൾ പൂർണ്ണമല്ല, ഞാൻ ആവശ്യപ്പെട്ടത് അന്വേഷിക്കണം, അന്വേഷണത്തിൻ്റെ ഭാഗമായി അന്വേഷണ കണ്ടുപിടിച്ചോണം രേഖകൾ കിട്ടും. അത് പിന്നെ അഭിഭാഷകരെന്നുള്ളൊരു കോടതിയിൽ ഇങ്ങനൊരു ആവലതക്കാരൻ പോയാൽ ഒരാളിനെതിരെ ആരോപണം ഉന്നയിച്ചിട്ട് എനിക്ക് ആരോപണമുണ്ട്, അതെ, അത് കോടതിയെ ബോധ്യപ്പെടുത്താൻ ആധാരമായ കാര്യങ്ങളുണ്ടാവണം. പക്ഷേ അതുപോലും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല. ഇന്ന് മാത്യു കുഴൽനാടൻ എന്ന് പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ ഉയർത്തിക്കൊണ്ടുവന്ന വലിയ അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനം നടത്തി അത് വലിയ കൺഫ്യൂഷനാണ്. കാരണം മാത്യു കുഴൽനാടനെ പോലെ ഒരു സുപ്രീം കോടതിയിലൊക്കെ മികവ് പുലർത്തുന്ന ഒരു അഭിഭാഷക ബുദ്ധിയിൽ അദ്ദേഹം ഇത്തരം കാര്യങ്ങൾ വളരെ കുശാഗ്ര ബുദ്ധിയിൽ കാണുന്ന ഒരാളാണെങ്കിൽ ഇന്നത്തെ വാർത്താ സമ്മേളനം അദ്ദേഹത്തിന് ഒഴിവാക്കാൻ വരുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ അനുയായികളായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആരാധകർ ഇന്നത്തെ വാർത്താ സമ്മേളനം കാണുകയാണെങ്കിൽ വേറൊരു മാത്യു കുഴൽനാടനെ ആയിരിക്കും ഇന്ന് കാണുക. കാരണം പറഞ്ഞാൽ വെല്ലുവിളിക്കുന്ന, മുഖ്യമന്ത്രി വ്യക്തിപരമായി ആക്രമിക്കുന്ന മാത്യു കുഴൽനാടനല്ല, അതിൽ നിന്ന് വേറെ വിപരീതമായൊരു മാത്യു കുഴൽനാടൻ എല്ലാ കാര്യങ്ങളും അഡ്മിറ്റ് ചെയ്യുന്നു. അദ്ദേഹം പറയുന്നു, ഇന്ന് നിങ്ങളുടെ ദിവസമാണ്, നിങ്ങൾ എന്നെ ക്രൂശിക്കും, ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞത്, നിങ്ങൾ എന്നെ ക്രൂശിച്ചോളൂ. ഇന്നലത്തെ ഒരു ദിവസം. കാരണം മാത്യു കുഴൽനാടൻ്റെ വാർത്താ സമ്മേളനം കണ്ടപ്പോൾ അദ്ദേഹം ഇത്രയും നാൾ സോഷ്യൽ മീഡിയയിൽ അറ്റാക്ക് ചെയ്ത ഇടതുപക്ഷ നേതാക്കന്മാർ അനുഭവിച്ച യാതനയും പീഡനവും ഒക്കെ ഒരു ദിവസം കൊണ്ട് മാത്യു കുഴൽനാടന് ബോധ്യമായി എന്നതാണ്. അത് വളരെ വളരെ പെട്ടെന്ന് എന്ത് പറയുകയാണ്, ഇന്നലത്തെ ഒരു ദിവസം നിങ്ങൾ എന്നെ ക്രൂശിക്കാൻ വേണ്ടി നിങ്ങൾ അങ്ങനെ ഒരു വിലയിരുത്തലാണ് നടത്തിയത്. അതിലെനിക്ക് വ്യക്തിപരമായ വിഷമവുമില്ല. കാരണം കാര്യമുണ്ട്. കാരണം ഞാൻ കോടതിയിൽ പരാജയപ്പെട്ടു. ഏതായാലും അത്രയും സമ്മതിക്കുന്നുണ്ട്. ആ തിരിച്ചടി അതിൻ്റെ ദയനീയമായ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നത് ഈ വാർത്താ സമ്മേളനത്തിൽ വളരെ പ്രകടമായിരുന്നു. അതിന് വേറൊന്നും പ്രത്യേകിച്ച് അതേക്കുറിച്ച് പറയാനില്ല. പക്ഷേ ഇതിൻ്റെ രാഷ്ട്രീയമായ ഒരു പ്രഹരം കോൺഗ്രസ്, നമ്മൾ ഇന്നലെ സംസാരിച്ചാണ്, പക്ഷേ അത് കുറച്ചുകൂടി വ്യക്തമാകുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തുന്നുണ്ട്. കാരണം മാത്യു കുഴൽനാടനെ ന്യായീകരിച്ചുകൊണ്ടോ അല്ലെങ്കിൽ സംരക്ഷിച്ചുകൊണ്ടോ ആ നിലയിലേക്ക് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് നേതാക്കൾ എത്തിയിട്ടില്ല എന്നത് കാണണം. പ്രതിപക്ഷത്തെ സംബന്ധിച്ച് മുഖ്യമന്ത്രിക്കെതിരെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനെതിരെയോ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു ആരോപണം അതിനി മുന്നോട്ട് കൊണ്ടുപോകാനാകാത്ത വിധം അതൊരു ക്ലോസ്ഡ് ചാപ്റ്ററാക്കി മാത്യു കുഴൽനാടൻ കയ്യിൽ കൊടുത്തു. അതെ, തീർച്ചയായിട്ടും മാത്യു കുഴൽനാടൻ കൊണ്ടുവന്ന അതേ ആരോപണം മാത്യു കുഴൽനാടൻ തന്നെ പൊളിച്ചെടുക്കി എന്നുള്ളതാണ്. ഞാനത് കോടതി തന്നെ ഇന്നലെ പറഞ്ഞത്, ഇത് രാഷ്ട്രീയ പ്രേരിതമല്ലേ, കോടതി ചോദിക്കുന്നതാണ്. ഇത് നിങ്ങൾ പുറത്ത് രാഷ്ട്രീയം പറയേണ്ടത് കോടതിക്കകത്ത് കൊണ്ടുവരേണ്ട കാര്യം ഉണ്ടായിരുന്നു എന്നുള്ള ചോദ്യമാണ് കോടതി ചോദിച്ചത്. രാഷ്ട്രീയ പ്രേരിതമായ ഒരു ആരോപണം എങ്ങനെ കൊണ്ട്, ഇതിനകത്ത് സുപ്രീം കോടതിയുടെ ഒരു വിധിയുണ്ട്. അതായത് ഭരണഘടനാ സ്ഥാപനങ്ങളിൽ ഇരിക്കുന്നവർക്കെതിരെ വെറുതെ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിലൊന്നും ഇങ്ങനെ കോടതി കേസുമായിട്ട് ചെല്ലരുത്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു വിജിലൻസ് കോടതി ഇന്നലെ അത് ചൂണ്ടിക്കാട്ടി എന്തെങ്കിലും ഒരു പരാമർശം താക്കീത് കൂടി കുഴൽനാടന് കൊടുക്കേണ്ടതായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഹർജിക്കാരനായിട്ടുള്ള മാത്യു കുഴൽനാടനെ ആ ജഡ്ജ്മെൻറ്റിൽ ഉടനീളം വായിച്ചാലുണ്ടല്ലോ, മാത്യു കുഴൽനാടനെ കോടതി പഠിപ്പിക്കുകയാണ്
എങ്ങനെയാണ് ഒരു ഹർജി കൊടുക്കേണ്ടത്? നിങ്ങൾ പറഞ്ഞ ഹർജിയിൽ എനിക്ക് എവിടെയെങ്കിലും ഈ നിങ്ങൾ പറഞ്ഞ കാര്യം ബോധ്യപ്പെട്ടിട്ടുണ്ടോ? ഒരു തുണ്ട് കടലാസു പോലും ഇതിന് അനുബന്ധമായി നിങ്ങൾ പറഞ്ഞതിലില്ല, നിങ്ങൾ പറയുന്ന ആരോപണത്തിന് അനുബന്ധമായിട്ടില്ല, കംപ്ലൈൻറ്റിന് അനുബന്ധമായിട്ടില്ല എന്ന് പറയുന്ന അവസ്ഥയാണുള്ളത്. ഇന്ന് തന്നെ വാർത്താ സമ്മേളനത്തിൽ കുഴൽനാടൻ തന്നെ പറയുന്നുണ്ട്, CMRLൻ്റെ ഡയറിക്കകത്തുള്ള ചില പേരുകൾ അതൊന്നും എടുത്തൊരിക്കലും കോടതിയിൽ പറയാൻ കഴിയില്ല, അങ്ങനെ കൊണ്ടു ചെല്ലാൻ കഴിയും, അത് കുഴൽനാടൻ അറിയാം. അതുകൊണ്ടാണ് ഇന്നലെ കോടതി പറഞ്ഞത് ഇത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന്. കാരണം ഇത്രയും പേരുണ്ടായിട്ടും നിങ്ങൾ ഈ PV എന്ന് പറയുന്നത് പിണറായി വിജയൻ ആണെന്നുള്ളത് കുഴൽനാടൻ്റെ മാത്രം വ്യാഖ്യാനമാണ്. ആ പേരെടുത്തുകൊണ്ട് എന്തുകൊണ്ട് വന്നു? അതുകൊണ്ടാണ് ഇത് രാഷ്ട്രീയ പ്രേരിതമാകുന്നത്. CMRL ഒരുപാട് നേതാക്കൾക്ക് മനു പറഞ്ഞ പണം കൊടുത്തിട്ട് ആ ഭാഗത്തേക്കൊന്നും അന്വേഷണം പോകുന്നതിനെ കുറിച്ചൊന്നും പോകാതെ വളരെ സെലക്റ്റീവായ ഒരു ആരോപണം മുന്നോട്ട്, അതാണ് രാഷ്ട്രീയ പ്രേരിതമെന്ന് കോടതിയെ കൊണ്ട് പറയിപ്പിച്ചു എന്നുള്ളതാണ്. ഒരു വാചകം മാത്രം ഞാൻ സിജു വായിക്കാം. ഐ ഹാവ് ഗോൺ ത്രൂ ദ എൻറ്റയർ റെക്കോർഡ്സ് എന്ന് പറഞ്ഞാൽ കോടതി ജഡ്ജ്മെൻറ്റിലെ 19ാമത്തെ പേജിലാണ് ഐ ഹാവ് ഗോൺ ത്രൂ ദ എൻറ്റയർ റെക്കോർഡ്സ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ കംപ്ലൈനൻറ്റ് എന്ന് വെച്ചാൽ ഹർജിക്കാരനായ മാത്യു കുഴൽനാടൻ പ്രൊഡ്യൂസ് ചെയ്ത ഹാജരാക്കിയ പൂർണ്ണമായ എല്ലാ രേഖകളിലേക്കും കോടതി പോയി. ഐ ഹാവ് ഗോൺ ത്രൂ ദ എൻറ്റയർ റെക്കോർഡ്സ്. ഐ കുഡ് നോട്ട് ഫൈൻഡ് ഈവൻ എ സിംഗിൾ സ്ക്രാപ്പ് ഓഫ് പേപ്പർ, ഒരു തുണ്ട് പേപ്പർ പോലും, ഐ കുഡ് നോട്ട് ഫൈൻഡ് ഈവൻ എ സിംഗിൾ സ്ക്രാപ്പ് ഓഫ് പേപ്പർ വിച്ച് സപ്പോർട്ട്സ് ദിസ് കണ്ടൻഷൻ എന്ന് പറഞ്ഞാൽ കംപ്ലൈൻറ്റിൻ്റെ കണ്ടൻഷൻ, ആരോപണത്തെ ശരിവെക്കുന്ന ഒരു തുണ്ട് കടലാസ് പോലും അതിലില്ല എന്ന്. അതാണ് ഞാൻ പറഞ്ഞത്, കോടതി തുടർന്ന് കൊണ്ട് പഠിപ്പിക്കുകയാണ്. ഇത്രയും A4 ഷീറ്റ് പേപ്പർ കൊണ്ട് വന്നൊരു തുണ്ട് കടലാസ് പോലും കോടതിക്ക് കാണാൻ പറ്റില്ല. എത്ര A4 ഷീറ്റ് പേപ്പറാണ് നിർവനൊക്കെ കണ്ടത്? ഒത്തിരി. ഞാൻ ഇന്ന് സത്യത്തിൽ ഭയങ്കര രസകരമായ ഒരു പരാമർശം കെ സുധാകരൻ്റെ ഭാഗത്തു നിന്ന് വന്നു. ഇതേ വിഷയം മാധ്യമപ്രവർത്തകർ ചോദിച്ചു. അപ്പം സുധാകരൻ പറഞ്ഞില്ല അദ്ദേഹത്തെ തിരുത്താനൊന്നും ഞങ്ങൾ പോകുന്നില്ല, അദ്ദേഹത്തിന് നിയമപരമായിട്ട് ഒരുപാട് അറിവുള്ള ആളല്ലേ. അതെ, അപ്പം ഞാൻ വിചാരിച്ചു ഇനി സുധാകരനും ട്രോളുവാണോ ഇനി? അതെ, വക്കീലാഫീസുള്ള ആളാണ്. അല്ല, കെ എം ഷാജി പറഞ്ഞാണ് ഇത്. ഈ AK സെന്ററിൽ അവിടെ ഇരുന്ന് ചെയ്യുന്ന പണി പോലല്ല അത്. കുഴൽനാടൻ എന്ന് പറഞ്ഞാൽ ഒരു വക്കീലൊന്നും അല്ല, ഒരു വലിയ ഓഫീസൊക്കെ ആയിട്ട് കുറെ എത്രയധികം ഓഫീസൊക്കെ ഉള്ള വക്കീലാണ്. 10 തലയുള്ള അവിടെ ആ കുഴൽനാടനോടാണ് കളി എന്നുള്ളത്. കുഴൽനാടൻ ഒരേ സമയം സത്യത്തിലുണ്ടല്ലോ ഈ പൊതുസമൂഹത്തിന് മുമ്പിൽ വട്ടപൂജ്യമായി പോയി കുഴൽനാടൻ എന്ന്. ഇവിടെ യഥാർത്ഥ നേരത്തെ നിർഭൻ പറഞ്ഞൊരു കാര്യമുണ്ട്. കോൺഗ്രസ് നേതൃത്വം വിചാരിച്ചിരുന്നത്, UDF നേതൃത്വം വിചാരിച്ചിരുന്നത് ഈ ആരോപണം ഇങ്ങനെ അന്തരീക്ഷത്തിൽ നിർത്തി നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ ആഘോഷിച്ചങ്ങ് കൊണ്ടുപോകാമെന്നാണ്. അവിടെയാണ് ഇയാളിത് കൊണ്ടുപോയി കോടതിയിൽ കൊടുത്തിട്ട് ഇനി അതിന്മേൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അടി പോലും അനക്കാൻ പറ്റാത്ത രീതിയിലേക്ക് പൂട്ടിക്കളഞ്ഞു. എനിക്ക് എന്ത് അടിസ്ഥാനത്തിൽ ആരോപണം ഉന്നയിക്കും? ഒരേ സമയത്ത് ഇതിനകത്ത് പൊളിഞ്ഞു പോയത് ഒന്ന്, കുഴൽനാടൻ ഒരു രാഷ്ട്രീയ നേതാവെന്ന രീതിയിൽ ഒരു ആരോപണം കൊണ്ടുവരുന്നു, അത് സ്ട്രാറ്റജിക്കലി അത് പൊളിഞ്ഞു. രണ്ടാമത് ഇദ്ദേഹത്തിനുള്ള ഇമേജ് അറിയാം, കോൺഗ്രസ് വക്കീല, സുപ്രീം കോടതിയിലൊക്കെ വധിക്കുന്ന വലിയ വക്കീല, പുള്ളിക്ക് ഈ പരിപാടിയൊക്കെ അറിയാം, പുള്ളിയുടെ അടുത്തൊരു കളി നടക്കില്ല, ആ കളി അങ്ങ് പൊളിഞ്ഞു. ഏതാ ഇദ്ദേഹത്തിന് കോടതിയിൽ എന്താണ് കൊണ്ടുചേരേണ്ടത് പ്രാഥമികമായ ചില കാര്യങ്ങൾ പോലും ഇല്ല. ചോദ്യം ഇന്ന് വാർത്താ സമ്മേളനത്തിൽ ചോദിച്ചിരുന്നു, ഇല്ലേ, ഈ കോടതിയിൽ ഏത് കേസാണ് ബാധിച്ചതെന്ന് പറയാമോ എന്ന് ചോദിച്ചപ്പോൾ ഉരുണ്ട് കളിക്കുന്നത് ഞാൻ കണ്ടു. എൻ്റെ അറിവിൽ 2 കേസ് ഞാൻ പറയാം. ഒന്ന്, നമ്മുടെ തൃശ്ശൂർ കേരളോർമ്മ കോളേജിലെ റീപോളിംഗുമായി ബന്ധപ്പെട്ട് കേസുവിന് വേണ്ടി കോടതിയിൽ പോയിരുന്നു. കോടതി എന്ന് അവിടുന്ന് ഓടിച്ചുവിടുന്ന കണ്ടാണ്. അതിനു മുൻപ് ഇതേ കരിമണൽ വിഷയമായിട്ട് ഹൈക്കോടതിയിൽ പോയിരുന്നു, അന്നും തേഞ്ഞൊട്ടി വരുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ എൻ്റെ അറിവിൽ കുഴൽനാടൻ വാദിച്ചിട്ട് അല്ല, ഈ കേസുമായി ഞങ്ങൾ ഇന്നലെ സംസാരിച്ച ഒരു വിഷയമാണ്. അതായത് ഹൈക്കോടതിയിലേക്ക് പോയ ഈ കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് തോട്ടപ്പള്ളിയിലെ മണലെടുപ്പിനെ കരിമണൽ ഖനനം എന്ന നിലയിൽ ഒരു ആക്ഷേപമാക്കി മാറ്റി അവിടെ നിന്ന് MH വിജയൻ എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവിനെ ഹർജിക്കാരനായി കൊണ്ടുപോയ ഹർജിയിലെ അഭിഭാഷകനായിരുന്നു മാത്യു കുഴൽനാടൻ. അത് ഹൈക്കോടതിയിൽ പൂർണ്ണമായും പരാജയപ്പെട്ടു. മറ്റൊരു ഹർജി കൂടിയുണ്ട്, സുരേഷ് കുമാർ എന്ന പേര്, അതും പരാജയപ്പെട്ടു. ഈ സുരേഷ് കുമാർ തന്നെ കോട്ടയത്ത് വിജിലൻസ് കോടതിയിൽ സമാനമായി ഈ ഇൻ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡിന് ശേഷം ഇങ്ങനെയാണല്ലോ ഇതിനെ കണക്ട് ചെയ്ത് വരുന്ന എക്സാലോജിക് CMRL ഇൻ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡുമായി ബന്ധപ്പെട്ട ആ ഓർഡറിൻ്റെ പശ്ചാത്തലത്തിൽ കോട്ടയം വിജിലൻസ് കോടതി പോയി, അവിടെ കേസ് തള്ളി. മൂവാറ്റുപുഴ വിജിലൻസ് കോടതി പോയി, അവിടെ കേസ് തള്ളി. തിരുവനന്തപുരത്ത് വന്നു, ഇവിടെ മാത്യു കുഴൽനാടൻ്റെ ഹർജിക്കാരനായി. ഇതൊന്നും വക്കീലായിട്ട് അങ്ങോട്ട് ഏശാത്തത് കൊണ്ട് പുള്ളി തന്നെ ഹർജിക്കാരനായിട്ട് പോകുന്നവരും. മൂവാറ്റുപുഴയിൽ അദ്ദേഹം അല്ല കേട്ടോ, കോട്ടയത്തുമല്ല. പക്ഷേ കോട്ടയത്ത് എന്താ രസം എന്നറിയോ? കോട്ടയത്തെ ഹർജിക്കാരൻ എന്ന് പറയുന്ന സുരേഷ് കുമാർ യഥാർത്ഥത്തിൽ ഹൈക്കോടതിയിൽ കൊടുത്ത മാത്യു കുഴൽനാടൻ അഭിഭാഷകനായി എത്തിയ കേസിലെ ഹർജിക്കാരനാണ്. ഇതിൻ്റെയൊക്കെ കണക്ഷൻ നോക്കണം. അപ്പോൾ ഹൈക്കോടതിയിൽ മാത്യു കുഴൽനാടൻ വക്കീലും അതിലെ ഹർജിക്കാരൻ കോട്ടയം വിജിലൻസ് കോടതിയിൽ ഹർജിക്കാരനാകുന്നു. തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ അഭിഭാഷകനായിരുന്ന മാത്യു കുഴൽനാടൻ ഹർജിക്കാരനാകും. ഈ പല രൂപത്തിൽ വേഷം മാറി നോക്കി, പക്ഷേ എങ്ങനെയും കോടതിന് മുമ്പിൽ അത് AC ഇല്ല എന്നുള്ളത് വളരെ വലിയ പ്രശ്നമാണ്. പക്ഷേ ഇന്ന് കണ്ടൊരു പോസ്റ്റിലെ FB പോസ്റ്റിലെ ഒരു വാചകം വായിക്കാതെ പോകുന്നത് ശരിയാകില്ല എന്ന് തോന്നുന്നു. അതിലെ ഒരു വാചകം, അപ്പം ഈ മാസപ്പടി എന്ന് പറയുന്നൊരു ഉണ്ടയില്ലാ വെടിയിൽ നിന്നാണല്ലോ ഇതെല്ലാം തുടങ്ങുന്നത്. പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിൻ്റെ സമയത്താണ് മലയാള മനോരമയിൽ അത് പ്രത്യക്ഷപ്പെടുന്നത്. അത് എഴുതിയതിനെക്കുറിച്ചും ആ ബൈലൈനെക്കുറിച്ചും ഒക്കെയാണ്, ഞാനതൊന്നും ഇതിലേക്ക് എടുക്കുന്നില്ല. പക്ഷേ അതിൻ്റെ ഒരു അവസാനത്തെ വരും. പക്ഷേ ഈ മാത്യു കുഴൽനാടൻ കൊടുത്ത
ഇതൊന്നും തെളിവല്ല, രേഖയല്ല, ഒരു ഒത്താശയോ വഴിവിട്ട സേവനമായിട്ടോ കാണാനാകാത്ത വിധമാണ് എന്ന് കോടതി കണ്ടെത്തുമ്പോൾ മലയാള മനോരമയുടെ ആ 1-ാം പേജ് കോടതി തെളിവായി സ്വീകരിച്ചില്ല എന്നെഴുതുന്ന വളരെ വളരെ ശക്തമായൊരു സാധനമുണ്ട്. പക്ഷേ നൃപൻ, ഇത് യഥാർത്ഥത്തിൽ മാത്യു കുഴൽനാടനെ ആസ് എ ലോയർ എന്ന നിലയിലോ രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ എക്സ്പോസ്ഡ് ആവുന്നതിനൊക്കെ അപ്പുറം കോൺഗ്രസ് പാർട്ടിക്കകത്ത് ഈ വിഷയമടക്കം ഈ വീണ്ടും പരാജയപ്പെടുന്നു. ഒരു പ്രതിപക്ഷത്തിൻ്റെ പരാജയം സംഭവിക്കുന്നത്. ഇതൊരു മാത്യു കുഴൽനാടൻ്റെ പരാജയമൊന്നുമല്ല. കേരളത്തിലെ പ്രതിപക്ഷം കഴിഞ്ഞൊരു 8 വർഷക്കാലമായി ഈ സർക്കാരിനെതിരെ പല ആക്ഷേപങ്ങൾ പറയുമ്പോഴും അത് ജനങ്ങളുടെ മുമ്പിൽ വിശ്വസനീയമായി വിജയിപ്പിച്ചെടുക്കാൻ കഴിയുന്നില്ല എന്ന പ്രശ്നത്തിലേക്ക് വീണ്ടും പ്രതിപക്ഷം മൂക്കുകുത്തി വീഴുന്നു. കോൺഗ്രസിന് ആ ഒരു പ്രശ്നം ഇതിനകത്തുണ്ടോ? തീർച്ചയായും. ഈ ശരത്ത്, നമ്മളിപ്പം ഈ മാത്യു കുഴൽനാടൻ്റെ മാത്രം ഒതുങ്ങി എന്നുള്ള ചർച്ച ഗൗരവതരമാകുന്നത് കോടതി ചോദിച്ച ആ ചോദ്യമാണ്. ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന കോടതിയുടെ കണ്ടെത്തൽ. ആ കണ്ടെത്തലിലാണ് കോൺഗ്രസും UDFും ഇനി വരും ദിവസങ്ങളിൽ മറുപടി പറയേണ്ടത്. ഇന്നലെ CPIM ഇടതുപക്ഷവും ചോദിച്ച ചോദ്യം അതാണ്. കാരണം എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയെയും സർക്കാരിനെ അട്ടിമറിക്കാൻ ശരത്ത് സൂചിപ്പിച്ചതുപോലെ 1-ാം പിണറായി സർക്കാരിൻ്റെ കാലം മുതൽ ഈ പറഞ്ഞ സ്വർണ്ണക്കടത്തും ബിരിയാണി ചെമ്പും പിന്നെ ഈന്തപ്പഴത്തിലെ കുരു അടക്കം കൊണ്ടുവന്ന ഓരോ ആരോപണങ്ങളും അവസാനം പൊട്ടിപ്പാളീസായിപ്പോയി. അത് കഴിഞ്ഞിട്ടാണ് ഈ നിയമസഭയ്ക്കകത്തുള്ള ഞാനുണ്ട് ചാമ്പ്യൻ എന്ന് പറഞ്ഞ് മാത്യു കുഴൽനാടൻ ഈ സാധനം മുഖ്യമന്ത്രിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നത്. ആരോപണം ഏറ്റെടുക്കുമ്പോൾ നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തതുപോലെ ആരും തള്ളിപ്പറഞ്ഞില്ല. കൊണ്ടുപോകട്ടെ ഗുണമുണ്ടാകുമെന്ന് എല്ലാവരും കരുതി. പക്ഷേ കൊണ്ടുപോയി മാത്യു കുഴൽനാടൻ ഒരു കുഴിയിലേക്കാണ് കൊണ്ടുപോകുന്നത്. കാര്യം VD സതീശൻ മാത്രമല്ല, കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കൾ, നമ്മളെപ്പോലെ അല്ലല്ലോ, ഈ ഇത്തരം രാഷ്ട്രീയത്തിൽ പയറ്റി തെളിഞ്ഞ രമേശ് ചെന്നിത്തല പോലെ KC വേണുഗോപാൽ പോലെ നേതാക്കളൊക്കെ തന്നെ ഇത്തരം കാര്യങ്ങൾ സാഹൂതം വീക്ഷിക്കാതെ. ഒരു ചോദ്യമുണ്ട്, മാത്യു കുഴൽനാടൻ രാഷ്ട്രീയമായി കോൺഗ്രസ് പാർട്ടിയുടെ അനുമതി മേടിച്ചാണോ, മുതിർന്ന നേതാക്കളുമായി ബന്ധപ്പെട്ട ഭാരവാഹികളുമായി ബന്ധപ്പെട്ടവരുമായി ചർച്ച ചെയ്തിട്ടാണോ ഈ ഹർജി കൊടുത്തത്? അത് ഇന്നത്തെ ചോദ്യത്തിലുണ്ടായിരുന്നു. കാരണം മാത്യു കുഴൽനാടന് കള്ളം പറയാൻ പറ്റില്ല. കാരണം ചില കാര്യം വസ്തു അദ്ദേഹത്തിന് അംഗീകരിക്കേണ്ടി വരും. കാരണം എന്നാൽ കോൺഗ്രസിനകത്ത് ഇപ്പോൾ ഡെവലപ്പ് ചെയ്തതെന്ന ചോദ്യവും അതാണ്. മാത്യു കുഴൽനാടൻ ഈ വിഷയം ചർച്ച ചെയ്തിരുന്നു എന്ന കാര്യം ഒരു ചോദ്യം നമ്മൾ തന്നെ ചോദിച്ചു. ഞാനാണ് ചോദിച്ചത്, ഈ കാര്യം ഈ നിയമസഭയിൽ ഉന്നയിക്കുന്ന കാര്യം അങ്ങ് പാർട്ടിയുമായി പാർലമെൻ്ററി പാർട്ടി യോഗത്തിൽ അങ്ങ് ഇത് ചർച്ച ചെയ്തതിനോ പാർലമെൻ്ററി പാർട്ടി ലീഡർ അറിയിച്ചിരുന്നു എന്ന് ചോദിച്ചു. അദ്ദേഹം അഡ്മിറ്റ് ചെയ്തു, അറിയിച്ചിരുന്നില്ല. താൻ സ്വന്തമായി MLA എന്നുള്ള പ്രിവിലേജ് ഉപയോഗിച്ച് ചെയ്തതാണ്. ഇത്രയും എതിർപക്ഷത്തെ പ്രത്യേകിച്ച് സർക്കാരിൻ്റെ നായകൻ മുഖ്യമന്ത്രിയെ വ്യക്തിപരമായി ആക്ഷേപിക്കുന്ന അഴിമതിയുടെ നെഴി നിർത്തുന്ന ചോദ്യം മാത്യു കുഴൽനാടൻ ഒരു ചർച്ചയ്ക്കിടയിൽ, ബില്ലിൻ്റെ ചർച്ചയ്ക്കിടയിൽ 3:30-ക്ക് ശേഷം പെട്ടെന്ന് അടിയന്തരമായി ഉന്നയിച്ചതാണ്. അതിൽ അദ്ദേഹം കാണിച്ച ധൃതിയും തിടുക്കപ്പെടലും ഒക്കെ തന്നെ വ്യക്തിപരമായ പ്രൊമോഷനാണെന്ന കാര്യം ഇപ്പം ബോധ്യമായി. അത് UDF ചർച്ച ചെയ്തിട്ടില്ല. ലീഗ് അടക്കമുള്ള പ്രധാനപ്പെട്ട കക്ഷികൾ വരും ദിവസങ്ങളിൽ ആഭ്യന്തരമായി തന്നെ മുതിർന്ന നേതാക്കൾ ഇക്കാര്യത്തിൽ പ്രതിഷേധമുണ്ട്. രമേശ് ചെന്നിത്തല പോലുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ. എനിക്ക് തോന്നുന്നു ഇതിൽ മാത്യു കുഴൽനാടൻ സത്യത്തിൽ ആശ്വസിക്കുന്നുണ്ടാവും. എന്നെ മാത്രമല്ലോ, മറ്റേ നാടോടിക്കാറ്റിൽ പറയുന്നത് കാറ്റൂരി വിടാൻ നീയും കൂടി ഉണ്ടായിരുന്നുകൊണ്ട് ദാസനും വിജയൻ എന്ന് പറഞ്ഞാൽ. കാരണം മാത്രമല്ല അതിനൊരു ക്ലൂ ഉണ്ട്, ഒരു സാധനം ഞാൻ പറഞ്ഞുതരാം. അതായത് പ്രതിപക്ഷ നേതാവിനോട് പറയും, എന്നോട് ഇങ്ങനെയല്ലേ പറഞ്ഞു, നിങ്ങൾക്ക് പബ്ലിസിറ്റി സ്റ്റണ്ട് ആണെന്ന് കേരളത്തിൻ്റെ ഹൈക്കോടതി പറഞ്ഞില്ലേ എന്ന് പറഞ്ഞ് മാത്യു കുഴൽനാടനെ ആശ്വസിക്കാം. ഇതിനകത്ത് ഈ നിർബൻ പറഞ്ഞ ഇന്നത്തെ ചോദ്യം പാർലമെൻ്ററി പാർട്ടി യോഗത്തിലെങ്കിലും നിങ്ങൾ ചർച്ച ചെയ്തിരുന്നു എന്നുള്ള വലിയ വിഷയം അത് തന്നെയായിരിക്കും ഇനി തുടർന്നുള്ള ദിവസങ്ങളിൽ മാത്യു കുഴൽനാടൻ നേരിടാൻ പോരുത്, മുന്നണിയിലടക്കം. കാരണം ഒരു രാഷ്ട്രീയ പാർട്ടി എങ്ങനെയാണ് ഒരു ഗുരുതരമായ ഒരു ആരോപണം സംസ്ഥാനത്ത് മുഖ്യമന്ത്രിക്കെതിരെ ഒരു MLA ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അത് പാർട്ടി അറിഞ്ഞില്ല, പാർലമെൻ്ററി പാർട്ടി അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ എവിടെയാണ് ഈ പാർട്ടിയുടെ പ്ലാനിങ് എന്നുള്ള ചോദ്യം കൂടി വേറെ വരുന്നുണ്ട്. അതാണ് ഇനിയുള്ള ദിവസങ്ങളിൽ മുന്നണിയും കോൺഗ്രസ് നേരിടാൻ പോകുന്ന ചോദ്യവും. കുഴൽനാടന് വലിയ തരത്തിലുള്ള ഏണിയാകാൻ പോകുന്നതും ഈ ഒരു പ്രശ്നം തന്നെയായിരിക്കും. കാരണം ഇതിനകത്ത് നമ്മൾ ഈ ചർച്ച ചെയ്യുമ്പോൾ പോലും കുഴൽനാടൻ പെട്ടു എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ. കുഴൽനാടൻ വ്യക്തിപരമായ തകർച്ചയേക്കാൾ കഴിയും കുഴൽനാടന് മനസ്സിലായി പാർട്ടി വെട്ടിലായി പോയി എന്നുള്ള കാര്യത്തിൽ. നേരത്തെ ഈ ആരോപണം ഒരുപക്ഷെ കോടതിയിൽ പോകാതെ അന്തരീക്ഷത്തിൽ നിർത്തി കാരണം മാധ്യമങ്ങളുടെ പിന്തുണയിൽ പരിലാളനയിലാണല്ലോ കുഴൽനാടൻ നിൽക്കുകയും വളരുകയും ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും കുഴൽനാടനെ ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റുമായിരുന്നു ഈ വിഷയം. ഇങ്ങനെ അടുത്ത തെരഞ്ഞെടുപ്പ് വരെ കൊണ്ടുപോയി അവിടെ 1.72 കോടി മേടിച്ചു, എക്സാലോജിക്ക് അങ്ങനെ കുറേ ഒരു പുകമറയാണല്ലോ പ്രശ്നത്തിൽ. എക്സാലോജിക്ക് അത് മേടിച്ചു, CMR അത് മേടിക്കും, ഇൻ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡ്. ആൾക്കാർക്ക് അറിഞ്ഞുകൂടാ കേട്ടോ, ഇൻ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡ് എന്തോ വലിയ സംഭവമാണ്, ഈ SFSO എന്തോ വലിയ സംഭവമാണ്. ഇതുമായി ബന്ധപ്പെട്ടതല്ല. ഈ ഡയറക്ടർ ബോർഡ് SFSO എന്ന് പറയുന്നത് ഒരു കമ്പനിയിലെ ആദായനികുതി വകുപ്പിലെ ഡയറക്ടർമാർ തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കുന്ന സംഭവം. അതൊക്കെ എക്സാലോജിക്കിലെ വീടയെ കൊണ്ടുപെടുത്തുന്നു. അങ്ങനെ ഒരു മൊത്തത്തിലുള്ള പുകമറ. ഈ പുകമറ സൃഷ്ടിച്ച് നിർത്താമെന്നായിരുന്നു അന്ന് സതീശനും സുധാകരനോടൊക്കെ കരുതിയിരുന്നത്. അത് മൊത്തത്തിൽ
ഈ കൊണ്ടുവന്നത് നീയെ കൊല്ലിച്ചതും ചാപ്പ എന്ന് പറയുന്ന ഒരു സാധനമില്ലേ, അത് തന്നെയാണ് കുഴൽനാടൻ. വേറൊരു കാര്യം കൂടെ നമുക്ക് പറയാം. നമ്മൾ ഈ ട്രോളുമൊക്കെ ചെയ്തു, പക്ഷേ എങ്കിൽ പോലും ഇന്നലെ ഈ വിധി വന്നതിന് ശേഷം കോൺഗ്രസിന്റെ സൈബർ ഹാൻഡിലിൽ കണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ വിധി ഇങ്ങനെയല്ലേ ആയുള്ളൂ, ശരി പോട്ടെ, SFIയോട് അന്വേഷണം നടക്കുന്നുണ്ടല്ലോ, അവിടെ കാണാമെന്നാണ്. അതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ മാധ്യമങ്ങൾ സത്യത്തിൽ മാസപ്പടി എന്ന് പറയുന്നൊരു കേസേ ഇല്ല. അത് മലയാള മനോരമ ഉണ്ടാക്കിയെടുത്തൊരു ടേമാണ് മാസപ്പടി എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ആ കേസ് SFIക്കെതിരെ എക്സാലോജിക്ക് ഒരു ഹർജി കൊടുത്തിരുന്നല്ലോ. അന്ന് ആ ഹർജി കൊടുത്തപ്പോൾ ഡെപ്യൂട്ടി സോളിസിറ്റർ ജനറൽ H. ശാന്തിഭൂഷണാണ് SFIക്ക് വേണ്ടി ഹാജരായത്. അദ്ദേഹം കോടതിയിൽ പറഞ്ഞൊരു സ്റ്റാൻഡ് എന്ന് വെച്ചാൽ, ഞങ്ങൾ വന്നത് ഈ 1.72 കോടി രൂപയുടെ വിഷയത്തിലല്ല. ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഇഷ്യൂ എന്ന് പറയുന്നത് ഈ പറയുന്ന അനധികൃതമായി കാര്യങ്ങൾ നടത്തിയെടുക്കാൻ വേണ്ടിയിട്ട് 135 കോടി രൂപ ഈ പറയുന്ന CMRലെ കേരളത്തിലെ പല പൊളിറ്റിക്കൽ നേതാക്കൾക്കും മാധ്യമങ്ങൾക്കും അടക്കം നൽകിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത്. അതിൽ 1.72 കോടി എന്ന് പറയുന്നത് അത് ത്രൂ ബാങ്കാണ്, അത് സേവനത്തിനുള്ള തുകയാണ്. ഇനി എന്തുകൊണ്ട് സേവനം വെളിപ്പെടുത്തുന്നില്ല എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യം ഇവർ കുറേ നാളായി ഉന്നയിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ നമ്മളൊരു കരാർ ഒപ്പിടുമ്പോൾ AMC വരുമ്പോൾ അതിൽ NDA എന്ന് പറയുന്ന ഒരു ക്ലോസ് വരാറുണ്ട്, നോൺ ഡിസ്ക്ലോഷർ എഗ്രിമെൻ്റ് എന്ന് പറയുന്ന ഒരു സംഭവം വരാറുണ്ട്. അത് പ്രകാരം അവർക്ക് ഇത് വെളിപ്പെടുത്താൻ വീണയ്ക്ക് കഴിയില്ല. കഴിഞ്ഞാൽ വേണമെങ്കിൽ ഈ മറ്റു കമ്പനിക്ക് അവർക്കെതിരെ നിയമ നടപടിക്ക് പോകാം, അവർക്ക് ഈ ജോലി ഒരിക്കലും കിട്ടാതിരിക്കാനുള്ള സാധ്യതയൊക്കെയുണ്ട്. അപ്പോൾ ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് എന്ത് സേവനം നിങ്ങൾ പറയുന്നില്ല എന്ന കാര്യം ഇവർ മുന്നോട്ട് വെച്ചത്. അപ്പോൾ നമ്മുടെ മുമ്പിൽ വസ്തുത ഈ SFIയോട് അന്വേഷണം അത് കൃത്യമായ രീതിയിൽ പറഞ്ഞാൽ ഈ പറയുന്ന രമേശ് ചെന്നിത്തലയും PK കുഞ്ഞാലിക്കുട്ടി, ഉമ്മൻചാണ്ടി മരിച്ചു പോയോണ്ട് അദ്ദേഹത്തിന് പ്രശ്നമില്ല, ഈ പറയുന്ന സാറുമാരൊക്കെ വെളിപ്പെടുത്തേണ്ടി വരും. കാരണം ഇവരൊക്കെ പൊതുസമൂഹത്തിന് മുൻപിൽ സമ്മതിച്ചിട്ടുണ്ട് ഞങ്ങൾ പൈസ മേടിച്ചിട്ടുണ്ടെന്ന്. ഇതിൻ്റെ ഏറ്റവും രാഷ്ട്രീയമായിട്ടുള്ള ഗൗരവം അതാണ്. യഥാർത്ഥത്തിൽ ഈ കേസും ഈ സാഹചര്യവും സൃഷ്ടിക്കുന്നത് വഴി ഈ സാഹചര്യത്തിൽ മാത്യു കുഴൽനാടനും കോൺഗ്രസും പരാജയപ്പെടുമ്പോൾ യഥാർത്ഥത്തിൽ ഈ വിധത്തിലേക്കുള്ള കരിമണൽ CMRലുമായിട്ടുള്ള ആൻ്റണിയുടെ കാലത്ത് നൽകിയിട്ടുള്ള വലിയ സേവനങ്ങൾ, കരുണാകരൻ്റെ കാലത്ത് നൽകിയിട്ടുള്ള സേവനങ്ങൾ, അതുപോലെ തന്നെ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് നൽകിയിട്ടുള്ള സേവനങ്ങൾ, ഇതെല്ലാം കുറേ കൂടി ചർച്ച ചെയ്യുന്നതിന് ഇടവരുത്തുന്നു. അതുപോലെ CMRൽ നിന്ന് കോടികൾ വാങ്ങിയതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ അത് രമേശ് ചെന്നിത്തലയും കുഞ്ഞാലിക്കുട്ടിയൊക്കെ സമ്മതിച്ച സാഹചര്യമുണ്ട്. മുഖ്യമന്ത്രി വളരെ ശക്തമായ ഭാഷയിൽ അത് നിഷേധിച്ചയാളാണ്. മറ്റവരൊക്കെ ഇത് കേട്ടപ്പോഴേ ഇത് പറയും, മുഖ്യമന്ത്രി പറഞ്ഞ അത് പിണറായി വിജയൻ അല്ല കേട്ടോ എന്ന് പറഞ്ഞ രാഷ്ട്രീയ നേതാവാണത്. യഥാർത്ഥത്തിൽ സർക്കാർ ഇക്കാര്യങ്ങളിൽ എടുക്കുന്ന നിലപാട് അത് ശരിയാണ് എന്ന് ജനങ്ങൾക്ക് കുറേ കൂടി ബോധ്യം വരുന്ന നിലയിലേക്ക് ഈ കേസ് ആ നിലയിൽ സർക്കാരിന് ഗുണകരമായി മാറി. പ്രതിപക്ഷത്തിൻ്റെ പരാജയം എന്നതുപോലെയോ അതിനപ്പുറമോ സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാരിനെ സംബന്ധിച്ച് ഒരു ഗൗരവമായ വിഷയത്തിൽ തങ്ങൾ എന്താണോ പറഞ്ഞുകൊണ്ടിരുന്നത് അത് പൂർണ്ണമായും ശരിയാകുന്നു എന്നത് വളരെ ഗൗരവമുള്ള ഒരു വിഷയം തന്നെയാണ്. ഈ ജഡ്ജ്മെൻറ്റിനകത്തെ ചില കാര്യങ്ങൾ കൂടി CMRL ഈസ് ഗെറ്റിംഗ് ഇറ്റ്സ് റോ മെറ്റീരിയൽസ് സച്ച് ആസ് ഇൽമനൈറ്റ് ഫോർ എ ലോ പ്രൈസ്. CMRൽ നിന്ന് ലോ പ്രൈസിന് ഇൽമനൈറ്റ് കിട്ടുന്നു എന്നുള്ളതാണ് ഇദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട. പക്ഷേ കോടതി പറയുന്നത് ബട്ട് സച്ച് ഫാക്ച്വൽ അലിഗേഷൻ ഈസ് നോട്ട് സീൻ ഇൻ ദി കംപ്ലയിൻറ്റിൽ ഇതൊന്നുമില്ല. ഇറ്റ് മേ ബി ദാറ്റ് വെൻ ദ റോ മെറ്റീരിയൽസ് ആർ അവൈലബിൾ ലോക്കലി, അതായത് വിദേശത്ത്, അത് ഭയങ്കര രസകരമായ ഒരു സാധനം, ഇതാണ് ഞാൻ പറഞ്ഞ പഠിപ്പിക്കുന്നത്, വിദേശത്ത് നിന്ന് ഇൽമനൈറ്റ് ഇറക്കുമതി ചെയ്യുന്നതിനേക്കാൾ കുറഞ്ഞ വിലയ്ക്കാണ് അല്ലെങ്കിൽ വലിയ ലാഭം, അതുവഴി CMRL ലാഭം ഉണ്ടാക്കി എന്ന നിലയിൽ ഒരു ക്ലോസ് വെക്കാണ് കോടതി പഠിപ്പിക്കുകയാണ്. കോടതി പറയാണ് വെൻ ദ റോ മെറ്റീരിയൽസ് ആർ അവൈലബിൾ ലോക്കലി, പ്രാദേശികമായി റോ മെറ്റീരിയൽ അവൈലബിൾ ആണെങ്കിൽ കോസ്റ്റ് ഓഫ് പ്രൊക്യൂർമെൻറ്റ് മേ ബി ലെസ് കമ്പയർഡ് ടു ദി റോ മെറ്റീരിയൽസ് ഇമ്പോർട്ടഡ് ഫ്രം എബ്രോഡ്. വിദേശത്ത് നിന്ന് ഇത് ഇറക്കുമതി ചെയ്യുന്നതിനേക്കാൾ സ്വാഭാവികമായും കുറവാണ്. ദിസ് കനോട്ട് ബി ബ്രാൻഡഡ് ആസ് കറപ്ഷൻ. കോടതി പറഞ്ഞു കൊടുക്കുകയാണ് ഒരു ഹർജിക്കാരന്. മോർ ഓവർ ദ ഗവൺമെന്റ് ഓർഡർ വാസ് ചാലഞ്ച്. മാത്രവുമല്ല, ഓണറബിൾ ഹൈക്കോർട്ട് കൺഫേംഡ് ദ സെയിം ആസ് പെർ ജഡ്ജ്മെൻറ്റ് ഇൻ സുരേഷ് കുമാർ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. ഇതേ വിഷയം 2022 സുരേഷ് കുമാർ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന കേസിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി തന്നെ വ്യക്തത വരുത്തിയിട്ടുള്ളതാണ് എന്ന് അഭിഭാഷകൻ കൂടിയായിട്ടുള്ള ഒരു ഹർജിക്കാരനോട് പറഞ്ഞു കൊടുക്കുന്ന നിലയിൽ ഈ വിഷയം നിൽക്കുന്നു എന്നത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അപ്പോൾ ഇതിനകത്തൊരു പ്രധാന കാര്യം, അലിഗേഷൻസ് ഓഫ് സച്ച് ഡൗട്ട്സ് ആൻഡ് സസ്പീഷൻസ് ആർ നോട്ട് ഫാക്ച്വൽ അലിഗേഷൻസ് കോൺസ്റ്റിറ്റ്യൂട്ടിംഗ് ദ ഒഫൻസിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ കഴിയുന്ന തരത്തിലേക്കുള്ള ഫാക്ച്വൽ ആയിട്ടുള്ള അലിഗേഷൻസ് അല്ല എന്നത് വളരെ കൃത്യമാണ്. അപ്പോൾ ഇത് പറയുകയാണ്. ഇത് രസം എന്തെന്നറിയോ, അതിന് കോടതി ഈ ഭാഗത്ത് കോട്ട് ചെയ്തിരിക്കുന്നത് ഉമ്മൻചാണ്ടിയുടെ കേസാണ്. മാത്യു കുഴൽനാടൻ്റെ ഈ കേസ് അത് ഈ ഫാക്ച്വൽ അലിഗേഷൻസ് അല്ല, ഒഫൻസിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഫാക്ച്വൽ അലിഗേഷൻസ് അല്ല എന്ന് കോടതി പറയുന്നതിന് കോടതി ഉദാഹരിച്ചിരിക്കുന്നത് ഉമ്മൻചാണ്ടി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള 2016 2016 ഉമ്മൻചാണ്ടി കൂടെ കക്ഷിയായ ഒരു കേസിൽ കൃത്യമായി പറഞ്ഞു, ഇറ്റ് ഈസ് ഹെൽഡ് ദാറ്റ് എ കംപ്ലയിൻറ്റ് ഷുഡ് ബി എ കംപ്ലയിൻറ്റ് ഓഫ് ഫാക്ട്സ്, വസ്തുതകൾ ഉള്ളതായിരിക്കണം പരാതി എന്നുള്ളതാണ്. വിച്ച് കോൺസ്റ്റിറ്റ്യൂട്ട് സച്ച് ഒഫൻസ് ആൻഡ് മിയർ അലിഗേഷൻസ് ഓർ അവർമെൻറ്റ്സ് കനോട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ഫാക്ട്സ്.
അതായത് വെറും ആരോപണം, പത്രസമ്മേളനത്തിൽ ഇരുന്ന് നടത്തുന്ന ആരോപണങ്ങൾ എന്നത് ഈ പറഞ്ഞതുപോലെ ഒരു വസ്തുതകളുള്ള പരാതിയായി മാറില്ല എന്ന് കോടതി വളരെ ശക്തമായി ഉമ്മൻചാണ്ടി കേസിനെ തന്നെ ഉദാഹരിച്ച് മാത്യു കുഴൽനാടൻ എന്ന നേതാവിനോട്, അഭിഭാഷകനോട് പറയുകയാണ് കോടതി. ഈ കോടതി എനിക്ക് തോന്നുന്നു ഇന്നലെ വന്നതിനകത്ത് എത്ര 28 രേഖകൾ മറ്റും സമർപ്പിച്ചിരുന്നു. അതിൽ തന്നെ തമാശയുള്ളൊരു കേസ് എന്ന് പറഞ്ഞാൽ ഏതോ ഈ ഇൽമിനേറ്റ് കേസുമായി ബന്ധപ്പെട്ട് എവിടെയെന്ന് ചോദിച്ചപ്പോൾ ഇ-വേ ബില്ലാണ് എടുത്ത് കാണിച്ചത്. അത് IREL-ഉം KMML-ഉം തമ്മിലുള്ള ഇ-വേ ബില്ല്, രണ്ട് പൊതുമേഖലാ സ്ഥാപനങ്ങൾ തമ്മിലുള്ള ഇ-വേ ബില്ല് എടുത്ത് അത് കോടതി തള്ളി. കോടതി പറഞ്ഞു അത് ആ നിലയിൽ കാണാനേ കഴിയുന്നതല്ല. വളരെ പ്രധാനപ്പെട്ട 3 ചോദ്യങ്ങൾ ചോദിച്ചു. ആ ചോദ്യങ്ങൾക്ക് ഉത്തരമില്ല. KMML-ഉം CMRL-ഉം തമ്മിൽ എന്തെങ്കിലും ഇടപാടുണ്ടോ? ഹർജിക്കാരന് മറുപടിയില്ല. അതുപോലെ തന്നെ ഈ എക്സാലോജിക്കും ഈ പറഞ്ഞ CMRL-ഉം തമ്മിലുള്ള കരാറിൻ്റെ അടിസ്ഥാനത്തിൽ, നേരത്തെ മനു പറഞ്ഞ കരാറിൻ്റെ അടിസ്ഥാനത്തിലുള്ള സേവനം ആ പ്രശ്നത്തിൽ എന്തെങ്കിലും പ്രത്യുപകാരം നേടിയിട്ടുണ്ടോ? ഹർജിക്കാരൻ അത് കോടതിയെ ഷാർപ്പായി കോടതിയെ സ്വാധീനിക്കും വിധം അല്ലെങ്കിൽ കോടതി പരിശോധിക്കും വിധം പറയാൻ ബാധ്യസ്ഥനാണ് ഹർജിക്കാരൻ. അക്കാര്യത്തിൽ ഗൗരവമായി പറഞ്ഞു മറുപടി കൊടുക്കാൻ കഴിയുന്നില്ല. അതുപോലെ എന്തെങ്കിലും തന്നെ ഭൂപരിധി ഇളവ് ഇവരുടെ ഒരു പ്രശ്നമാണ്, ഒരാവശ്യമാണ്, അതിന് കൊടുത്തിട്ടുണ്ടോ? അത് കൊടുത്തിട്ടില്ല എന്ന് മാത്രമല്ല നിരസിക്കുകയും ചെയ്തു. മുമ്പ് എക്സാലോജിക്കുമായി നടത്തിയിട്ടുള്ള ആ കമ്പനി തമ്മിലുള്ള കരാറിന് ശേഷമാണ്, അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പണമിടപാടിൻ്റെയൊക്കെ കാലത്തിന് ശേഷമാണ് സർക്കാർ നിരസിച്ചത്. അങ്ങനെയാണെങ്കിൽ നിരസിക്കില്ലല്ലോ. അപ്പോൾ ഒരു തരത്തിലും ഒരു ഇടപാടും അവർക്ക് അനുകൂലമായി നടന്നിട്ടില്ല എന്ന് കോടതിക്ക് കൃത്യമായി ബോധ്യപ്പെട്ട സാഹചര്യമുണ്ട്. സിജു മാപ്പ് പറയുമോ? മാപ്പ് പറയുന്നത് സിജു അല്ല, അതെ അല്ല, ഇതിനി മാപ്പ് പറഞ്ഞതിന് തുല്യമാണെന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നത് ഇതിനകത്ത്. പക്ഷേ നമ്മൾ നേരത്തെ മനു സംസാരിച്ചത് എനിക്ക് മനസ്സിൽ വന്നൊരു കാര്യമാണ്. ഈ 1272 കോടി എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട CMRL ഉണ്ടാക്കിയ കരാറ് ഒരു ജോലി ഒരു സേവനത്തിൻ്റെ തുകയാണെന്ന് പറഞ്ഞാൽ 135 കോടി എന്നുള്ള ഇവിടെ നിൽക്കുക. ഈ മാധ്യമങ്ങളുടെ ഈ ഇരട്ടത്താപ്പ് നമ്മൾ അന്വേഷിക്കേണ്ടിരിക്കുക. 135 കോടി ആർക്ക് കൊടുത്തു, എങ്ങനെ കൊടുത്തു എന്ന് അതല്ലേ ശരിക്കുള്ള അഴിമതി? അതാണ് ശരിക്കുള്ള അഴിമതി. അത് അന്വേഷിക്കാതിരിക്കുകയും അത് അന്വേഷിക്കാതിരിക്കുകയും 1.72 കോടി വലിയ വിഷയമായി പറയുകയും ചെയ്യുന്നതിൻ്റെ ഒരു കാര്യമാണ്. മാധ്യമങ്ങളുടെ ഈ 135 കോടിയെ കുറിച്ചാണ് ഞങ്ങൾ അന്വേഷിക്കുന്നതെന്ന് പറഞ്ഞ SFIOയുടെ ആ സ്റ്റേറ്റ്മെന്റ് പോലും മാധ്യമങ്ങൾ പറയുന്നില്ല. പകരം 1.72 കോടിയെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. എനിക്കൊരു സംശയം കൂടിയുണ്ട്. എൻ്റെ സംശയമാണ്, കുറച്ച് നാൾക്ക് നമ്മളൊരു വാർത്ത കേട്ടിരുന്നുണ്ട്. അതായത് മാത്യു കുഴൽനാടനെ കോപ്പി അടിച്ചതിന് ഡീബാർ ചെയ്തൊരു വാർത്ത ഉണ്ടായിരുന്നു MG യൂണിവേഴ്സിറ്റിയിൽ നിന്ന്. ഈ വക്കീൽ പരീക്ഷയിൽ കോപ്പി അടിച്ചാണോ ഡീബാർ ചെയ്തത്? അല്ല, എനിക്കൊരു സംശയമുണ്ട്. കാരണം ആ ചർച്ച തൽക്കാലം ഇവിടെ എടുക്കുന്നില്ല. ഒറ്റ കാര്യം K. സുധാകരൻ വീണ്ടും KPC പ്രസിഡന്റായിട്ട് നാളെ ഉണ്ടല്ലോ. നാളെ ഉണ്ട്. ഒരു കാര്യം, ഇന്നലെ വരെ ചോദിച്ചിരുന്നത് നിങ്ങളെ ഹീറോ എവിടെയായിരുന്നു എന്നാണ്. പക്ഷേ ഇന്ന് വാർത്താ സമ്മേളനത്തോടെ ഹീറോയെക്കുറിച്ച് പൂർണ്ണമായി കോൺഗ്രസ് പ്രവർത്തകർക്ക് മനസ്സിലായി. കാരണം ഇന്നൊരു വാർത്താ സമ്മേളനം നടത്തായിരുന്നെങ്കിൽ, മാത്യു കുഴൽനാടൻ വാർത്താ സമ്മേളനം നടത്തിയിരുന്നെങ്കിൽ അതിൻ്റെ ഒരു പഞ്ചെങ്കിലും കോടതിയിൽ സമീപിക്കുകയാണ്, തുടർ നടപടി സ്വീകരിക്കുമെന്നൊക്കെ പറയുന്നു. പക്ഷേ ഇത് ഇന്നത്തെ വാർത്താ സമ്മേളനത്തോടു കൂടി പൂർണ്ണമായി വെളിപ്പെട്ടു. കോൺഗ്രസിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കി, UDF-നെ കൂടുതൽ പ്രതിസന്ധിയിലാക്കി. വരും ദിവസങ്ങളിൽ സിജു നേരത്തെ ചോദിച്ചതുപോലെ ഇദ്ദേഹത്തിനെ കയറൂരി വിട്ടത് ആരാണ് എന്ന ചോദ്യമായിരിക്കും UDF ചോദിക്കാൻ പോകുന്നത്. ഏതായാലും ഒരു കോടതി വിധി അനേക രാഷ്ട്രീയ ചോദ്യങ്ങൾക്കും രാഷ്ട്രീയ വിമർശനങ്ങൾക്കും ഒരു മുന്നണിയെ തന്നെ, പ്രതിപക്ഷ മുന്നണിയെ തന്നെ ബാധിക്കും വിധം അവർക്ക് വലിയ തിരിച്ചടിയാവുന്നതാണ് വിജിലൻസ് കോടതിയിലെ മാത്യു കുഴൽനാടൻ്റെ ഹർജി തള്ളുമ്പോൾ ഉണ്ടാകുന്നത്. അത് കൂടുതൽ വെളിവാക്കുന്നതായി മാറി ഇന്നത്തെ മാത്യു കുഴൽനാടൻ്റെ വാർത്താസമ്മേളനം. അതുപോലെ തന്നെ മാത്യു കുഴൽനാടനെ പിന്തുണച്ചുകൊണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പ്രതിരോധം തീർക്കാൻ കഴിയാതെ നിൽക്കുന്ന കോൺഗ്രസ് നേതാക്കൾ, കോൺഗ്രസിനുള്ളിൽ തന്നെ ഇതിനോടുള്ള ശക്തമായ വിയോജിപ്പ്, മുന്നണിക്കകത്തുള്ള വിയോജിപ്പ്, ഇതെല്ലാം കുറെ കൂടി ശക്തമായി പ്രകടമായി കേരളത്തിൽ ഉയർന്നു വരുന്നതിനാണ് ഇന്നത്തെ ഈ സാഹചര്യം വിജിലൻസ് കോടതിയുടെ വിധിക്ക് ശേഷമുള്ള അടുത്ത ദിവസവും ഇടവരുത്തിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രകടമായ കാര്യം. അതാണ് ഇന്ന് കുഴൽനാടൻ്റെ വാർത്താ സമ്മേളനത്തിന് ശേഷവും കാണാനായത്. വി ദ പീപ്പിൾ നാളെ കാണാം ഇതേ സമയം.